100 കൂട്ടം പ്രവർത്തന കർമ്മ പദ്ധതികളുടെ സർക്കുലറുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പോ യൗവനം നാടിനെ നിർമ്മിക്കുന്നു എന്ന പ്രമേയവുമായിക്കൊണ്ട് സമസ്ത കേരള സുന്നി യുവജന സംഘം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്യാമ്പയിൻ, ആ ക്യാമ്പയിൻ നിങ്ങൾ ഏറ്റെടുക്കണം. ആ ക്യാമ്പയിൻ നിങ്ങൾ ഏറ്റെടുത്ത് പാലക്കാട് ജില്ലയുടെ എല്ലാ മുക്കുമൂലകളിലേക്കും സംഘടനയുടെ സന്ദേശങ്ങൾ എത്തിച്ചുകൊണ്ട് ഹൃദയം വേദനിക്കുന്ന ആളുകൾ, ക്യാൻസറുകൾ ബാധിച്ച ആളുകൾ, അംഗവൈകല്യങ്ങൾ നേരിട്ടിരിക്കുന്ന ആളുകൾ, ദുരിതം പേറുന്ന ആളുകൾ, അവരിലേക്ക് ഒരു സ്നേഹത്തിന്റെ ഒരു സഹായഹസ്തങ്ങൾ എത്തിക്കാനായാൽ പ്രിയപ്പെട്ട പ്രവർത്തകരെ നെഞ്ചു പിളർത്തി പറയട്ടെ, അതാണ് നമുക്ക് സമൂഹത്തിന് ചെയ്യാനുള്ള ഏറ്റവും വലിയ സേവനങ്ങളെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അത് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ അനുശോചന നേതൃത്വം നൽകുന്ന ഈ പ്രഖ്യാപനം ഏറ്റെടുത്തുകൊണ്ട് ഈ നാട്ടിന്റെ നന്മയുടെ നിർമ്മിതിക്ക് വേണ്ടി, നന്മയുടെ വീണ്ടെടുപ്പിന് വേണ്ടി ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം. അതല്ലാതെ കേവലം വിമർശനങ്ങൾ കേട്ട് തളരുന്നവരല്ല നാം എന്ന കാര്യം നമുക്കറിയാം. പക്ഷേ അങ്ങനെ തളരാൻ പാടില്ല, വിമർശനങ്ങളിൽ പെട്ടുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടാൻ പാടില്ല. നമ്മുടെ പ്രസ്ഥാനത്ത് നമ്മുടെ നേതാക്കളെ കാലാകാലങ്ങളായി ആക്രമിക്കുന്ന ദുഷ്ശക്തികൾ നാട്ടിലുണ്ട്. അവരെ നമുക്ക് കാണേണ്ട രൂപത്തിൽ കാണാമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ നാം നിൽക്കണം. അതിന്റെ അപ്പുറത്തേക്ക് അക്രമത്തിന്റെ കുഴപ്പങ്ങളുടെ വാതിലുകൾ തുറക്കാൻ ഒരു SYSന്റെ, ഒരു SSFന്റെ, ഒരു SMA-യുടെ, ഒരു SJMന്റെ പ്രവർത്തകർക്ക് അനുവദനീയമല്ല എന്ന കാര്യം അറിയുന്നത് കൊണ്ട് ആ വാതിലുകൾ നാം അടച്ചു വെച്ചിട്ടുണ്ട്. ഒന്നുകൂടി എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് പറയട്ടെ, നമ്മുടെ ആരോഗ്യവും നമ്മുടെ അന്തസ്സുകളുമൊക്കെ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചാരണത്തിന് വേണ്ടി, പ്രബോധനങ്ങൾക്ക് വേണ്ടി നാം ഉപയോഗപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ എതിർക്കുന്നവർ ആരായിരുന്നാലും ശരി, അവരെ ഇൻഷാ അല്ലാഹ് അവസാനം വരെ നേരിടുകയും അവരെ നാം ഇല്ലായ്മ ചെയ്യാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് നിർവഹിക്കുമെന്നൊരു പ്രതിജ്ഞ ഈ ആദർശ സമ്മേളനത്തിൽ പുതുക്കണമെന്ന് മാത്രം ഈ സമയത്ത് പ്രിയപ്പെട്ട പ്രവർത്തകരെ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ ചടങ്ങിലേക്ക് വരട്ടെ. ആദർശ സമ്മേളനത്തിന്റെ പ്രചാരണങ്ങളുമായി ഇടപെട്ട് കഠിനാധ്വാനം ചെയ്ത ഒരു കൂട്ടം പ്രവർത്തകർ, ഇന്നലെകൾ രാത്രികളിൽ വരെ കഠിനാധ്വാനം ചെയ്ത കഷ്ടപ്പെട്ട SSFന്റെയും SYSന്റെയും കർമ്മധീരരായ പ്രവർത്തകർ, നിങ്ങൾക്ക് ഒരുപാട് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സമ്മേളനത്തിന്റെ സ്വാഗത ചടങ്ങുകളിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഈ സമ്മേളനത്തിലേക്ക് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു ചേർന്നിരിക്കുന്ന സഹോദരന്മാർക്ക് ആദ്യമായി ഹൃദ്യമായ സ്വാഗതം സമർപ്പിക്കുന്നു. അല്ലാഹു എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ യോഗത്തില് പ്രാർത്ഥന നിർവഹിച്ച ബഹുമാനപ്പെട്ട ചെരിപ്പൂർ അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹത്തിന് പ്രത്യേകമായി സ്വാഗതം പറയുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ കൂടിയായ ബഹുമാനപ്പെട്ട മാരായമംഗലം ഉസ്താദ് അവറുകളാണ്. ഇന്നലെ രാത്രിയും ഈ ഗ്രൗണ്ടിൽ വന്ന് പ്രവർത്തകർക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകി, സംഘാടകരോടൊപ്പം നിന്ന് സമ്മേളനത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നിർദ്ദേശങ്ങൾ നൽകിയ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്രം ഷാവറാംഗവും ജില്ലാ പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട കൊമ്പം ഉസ്താദ് അവറുകളാണ്. ഉസ്താദും ഇന്നലെ രാത്രി സമ്മേളനത്തിന് അന്തിമ വിശകലനങ്ങൾ അന്വേഷിച്ചുകൊണ്ട് പ്രവർത്തകരോടൊപ്പം ഈ ഗ്രൗണ്ടിൽ വന്നിരുന്നു എന്നത് എന്റെ പ്രവർത്തകരെ അറിയിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. മഹാത്മാക്കളായ ഉസ്താദുമാർക്കൊക്കെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഈ യോഗത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കാമെന്ന് നമ്മോട് പറഞ്ഞത് പ്രിയപ്പെട്ട പൊന്മൾ ഉസ്താദ് ആയിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ പ്രിയപ്പെട്ട മരുമകൻ പെട്ടെന്ന് ജുമുഅയുടെ സമയത്ത് മരണപ്പെട്ടു പോയി. അല്ലാഹു തആല സഹോദരന്റെ ഖബർ സന്തോഷമാക്കുമാറാവട്ടെ, അവരെയും നമ്മയും സ്വർഗീയ ലോകത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഉസ്താദുമാർ ദുആ ചെയ്യും. ബഹുമാനപ്പെട്ട കൊമ്പം ഉസ്താദ് യോഗം ഉദ്ഘാടനം ചെയ്യും. ഉസ്താദ് അവറുകളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് നാം എല്ലാം കാത്തിരിക്കുന്ന നമുക്കൊക്കെയും വേണ്ടപ്പെട്ട ബഹുമാനപ്പെട്ട ഷെയ്ഖുന AP ഉസ്താദ് അവറുകളാണ്. അല്ലാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഉസ്താദ് മയ്യത്തിന്റെ ചടങ്ങുകൾ പൂർത്തിയാക്കി ഈ വഴിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, വേഗം ഇവിടെ എത്തും ഇൻഷാ അല്ലാഹ്. അതുപോലെ യോഗത്തിൽ മുഖ്യ പ്രഭാഷണങ്ങൾ നടത്തുന്നത്, മറ്റു പ്രഭാഷണങ്ങൾ നടത്തുന്നത് സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവറുകളാണ്. അല്ലാഹു അവിടുത്തേക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അതുപോലെ സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന ഉപാധ്യക്ഷൻ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി ഉസ്താദ് അവറുകളാണ്. അതുപോലെ സംഘടനയുടെ വ്യത്യസ്തങ്ങളായ ഒരുപാട് നേതാക്കളുണ്ട്. എല്ലാ ആളുകളും ഇൻഷാ അല്ലാഹ് അവസരോചിതമായി നമ്മോട് സംസാരിക്കും. എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന SYSന്റെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട NK സിറാജുദ്ദീൻ ഫൈസി, സമസ്ത പാലക്കാട് ജില്ലാ ട്രഷറർ K മുഹമ്മദ് മുസ്ലിയാർ, അതുപോലെ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ജില്ലാ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മുബാറക് സഖാഫി, SSF
സംസ്ഥാന സെക്രട്ടറി ഉമറോങ്ങല്ലൂർ, SMA ജില്ലാ സെക്രട്ടറി PP മുഹമ്മദ് കുട്ടി മാസ്റ്റർ, SSF ജില്ലാ സെക്രട്ടറി സയ്യിദ് അലി പൂതക്കാട്, അതുപോലെ SMA ജില്ലാ പ്രസിഡന്റ് നൂർ മുഹമ്മദ് ഹാജി, SSF ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് സക്കാഫി തുടങ്ങി പ്രമുഖരായ ഒരുപാട് ആളുകളുണ്ട്. വേറെയും വേദിയിൽ സയ്യിദന്മാരുണ്ട്, ആലിമീങ്ങളുണ്ട്. അതുപോലെ ഈ ഗ്രൗണ്ടിൽ വെച്ചാണ് നമ്മുടെ സമ്മേളനമെന്ന് പറഞ്ഞപ്പോൾ ഈ ഗ്രൗണ്ടിലെ കച്ചറകളെല്ലാം മാറ്റി വിശാലമാക്കി നമുക്ക് ഈ സമ്മേളനം വൃത്തിയായി നടത്താൻ സൗകര്യം ചെയ്തു തന്ന ഈ സ്ഥലത്തിന്റെ ഉടമ ബഹുമാനപ്പെട്ട ഹംസപ്പ ഹാജി ഇവിടെയുണ്ട്. അതുപോലെ ഹംസ ഹാജി കുലുക്കുംപാറ ഇവിടെയുണ്ട്. അതുപോലെ ഒരുപാട് ഉമറാക്കൾ, കാരണവന്മാർ, അതുപോലെ ഉങ്ങുന്നറ മൊയ്തു ഹാജിയുണ്ട്. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാരണവന്മാരും നേതാക്കളും ഇവിടെയുണ്ട്. എല്ലാവരുടെയും പേരുകൾ ഞാൻ പറയുന്നില്ല. എല്ലാവരെയും ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അല്ലാഹു അർഹമായ പ്രതിഫലം ഇരു വീട്ടിലും നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം ബഹുമാനപ്പെട്ട മാരായമംഗലം ഉസ്താദ് അവറുകളോട് ഏറ്റെടുക്കണമെന്ന് ആദരപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, വാഹനങ്ങൾ നീങ്ങുന്നതിന് സൗകര്യം ചെയ്തു കൊടുക്കണം. റോഡ് തടസ്സപ്പെടുത്തരുത്. നമ്മുടെ സ്റ്റേജിലേക്ക് കടന്നു വരുന്ന ആ പാലം താൽക്കാലികമായി നിർമ്മിച്ചതാണ്. അത് നിങ്ങൾ ശ്രദ്ധാപൂർവം അവിടെ നിൽക്കുമ്പോൾ ഓർമ്മയുണ്ടായിരിക്കണം. പരമാവധി ഉള്ള സൗകര്യം ഉപയോഗപ്പെടുത്തി എല്ലാ സഹോദരങ്ങളും സഹകരിക്കണം. നമ്മുടെ നേതാക്കളൊക്കെ അടുത്തെത്തി കൊണ്ടിരിക്കുകയാണ്. മഹത്തായ ഈ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നമ്മുടെ ജില്ലയിലെ സമുന്നത കലാലയമായ ജാമിഅ ഹസനിയുടെ പ്രിൻസിപ്പാളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജില്ലാ പ്രസിഡന്റും ഒട്ടനവധി ഉലമാക്കളുടെ ഉസ്താദുമായ ബഹുമാനപ്പെട്ട KP മുഹമ്മദ് മുസ്ലിയാർ കൊമ്പം, അള്ളാഹു അവർക്ക് ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി നമുക്ക് നേതൃത്വം നൽകാൻ എല്ലാവിധ കഴിവും ഇസ്സത്തും അള്ളാഹു ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. മഹാനവറുകൾ നിർവഹിക്കും. അതിൻ്റെ മുമ്പ് നമ്മുടെ കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ലോക വിദ്യാർത്ഥി സംഘടനകൾക്ക് മാതൃകയായി കല എന്തായിരിക്കണമെന്ന് സമൂഹത്തിന് പഠിപ്പിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ സാഹിത്യോത്സവ്, അതിൻ്റെ ഈ വർഷം മണ്ണാർക്കാട് വെച്ച് നടത്തിയ ഏറ്റവും പുതിയ CD നമ്മുടെ മഹത്തായ ഈ സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം മെമ്പർ ബഹുമാനപ്പെട്ട കുലുക്കമ്പാറ ഹംസ ഹാജിക്ക് അതിൻ്റെ CD നൽകി ബഹുമാനപ്പെട്ട KV അബൂബക്കർ മുസ്ലിയാർ പ്രകാശനം ചെയ്യുന്നു. അതിനുവേണ്ടി രണ്ടുപേരെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സൗജന്യ വിലക്ക് ഇത് സദസ്സിൽ വിൽക്കപ്പെടുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സഹോദരങ്ങളെ, നമ്മുടെ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട KP ഉസ്താദ് അവർകൾ നിർവഹിക്കുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وأن محمدا رسول الله. اللهم صل وسلم وبارك على حبيبك أشرف المخلوقات
صلاة وسلاما دائمين إلى يوم الدين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كنتم خير أمة أخرجت للناس. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. لا تزال طائفة من أمتي ظاهرين على الحق حتى يأتي أمر الله. صدق رسول الله صلى الله عليه وسلم. ആദരണീയരായ സാദാത്തുക്കൾ, ബഹുമാനമുള്ള ആലിമീങ്ങൾ, പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകർ, അല്ലാഹു നമ്മുടെ സംഗമം അവന് ഇഷ്ടപ്പെട്ട സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. അടുത്ത കാലത്ത് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ കുഞ്ഞംസു നൂറുദ്ദീൻ, ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിൻ്റെ മരുമകൻ സുലൈമാൻ ഉസ്താദിൻ്റെ മകനുമായ സഖാഫി, ഇവർക്കൊക്കെ അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പാലക്കാട് ജില്ല മഹാനായ ടിപ്പു സുൽത്താനിൻ്റെ പടയോട്ടം കൊണ്ട് ധന്യമാണ്. മഞ്ചംകുളം ഔലിയ, മഹാനായ വീരാൻ ഔലിയ തുടങ്ങിയ ഔലിയാക്കന്മാരുടെ പാദസ്പർശനം കൊണ്ട് ധന്യമാണ്. നിരവധി ആലിമീങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ധന്യമാണ്. മഹത്തായ ഈ മഹാത്മാക്കളുടെ ചുവട് പിടിച്ച് ഇന്നിൻ്റെ ആലിമീങ്ങളായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കാവലാൾക്കാർ നടത്തുന്ന മഹത്തായ ആദർശ വിശദീകരണത്തിലാണ് നാം ഉള്ളത്. ആദർശ വിശദീകരണം, ആദർശ പ്രചരണം മഹാനായ നമ്മുടെ സംയുക്ത കാവ് ബഹുമാനപ്പെട്ട അലി ഉസ്താദ് എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അത് പണ്ഡിത ദൗത്യമാണ്. അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കന്മാരുടെ ചുവട് പിടിച്ച് ഈ ദീനിനെ പ്രചരിപ്പിക്കാൻ ഉത്തരവാദിത്തമുള്ള നിരയാണ് ആലിമീങ്ങൾ. ആ മഹത്തായ ദൗത്യം ആവശ്യമായ സമയത്ത് ഏറ്റെടുത്ത അതിശക്തമായതായിരിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിൻ്റെ പോഷകഘടകങ്ങളും ആവശ്യമായി വരുന്ന സമയങ്ങളിലെല്ലാം ഇസ്ലാമിൻ്റെ തനത് രൂപം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ കർമ്മ പദ്ധതികളും ആവിഷ്കരിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് അൽഹംദുലില്ലാഹ് ഈ ഇരിക്കുന്ന പണ്ഡിത നിര നമുക്ക് നേതൃത്വവും നായകത്വവും നൽകുന്ന താജുൽ ഉലമ, ഖമറുൽ ഉലമ തുടങ്ങിയതായിരിക്കുന്ന മഹത്തുക്കളുടെ അതിശക്തമായതായിരിക്കുന്ന നിര, അത് സുന്നത്ത് ജമാഅത്തിനെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും പ്രവർത്തിക്കുകയുമാണ്. ഈ മഹത്തായതായിരിക്കുന്ന ദൗത്യം അത് പണ്ഡിത ധർമ്മമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഏൽപ്പിച്ചതാണ്. പരിശുദ്ധ ഖുർആനിൽ നമുക്കറിയാം, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. ഈ സമൂഹത്തിന്റെ നന്മ അത് കാണിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് നിങ്ങൾ.
പരിശുദ്ധ ഖുർആൻ മുസ്ലിം സമൂഹത്തെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്. നന്മ ഏതോ അത് കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ നിയമിക്കപ്പെട്ടിരിക്കുന്നത്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് നന്മ കാണിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. നിങ്ങളിൽ 3 ഗുണം നിഴൽച്ചു കാണുന്നുണ്ട്, മികച്ചു നിൽക്കുന്നുണ്ട്. തഅ്മുറൂന ബിൽ മഅറൂഫി, ഒന്ന് നിങ്ങൾ നന്മ കൽപ്പിക്കും. വതൻഹൗന അനിൽ മുങ്കരി, വേണ്ടാത്തതെല്ലാം നിരോധിക്കുകയും ചെയ്യും. വതുഅ്മിനൂന ബില്ലാഹ്, ഈ പ്രപഞ്ചത്തിന്റെ നായകനും നാഥനുമായ അല്ലാഹുവിൽ നിങ്ങൾ അചഞ്ചലമായി വിശ്വസിക്കുകയും ചെയ്യും. ഈ പ്രപഞ്ചത്തിന് നായകനുണ്ട്, നാഥനുണ്ട് എന്ന് വിശ്വസിക്കുകയും ആ നായകന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി അഹോരാത്രം പാടുപെട്ട് ശ്രമിക്കുകയും ചെയ്യും. ആ മഹത്തായ ദൗത്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ നിയമിക്കപ്പെട്ടിരിക്കുന്നത്. ആ ദൗത്യമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നാം ഒരാളെയും ആക്രമിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരല്ല, ആരെയും മർദ്ദിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരല്ല. നന്മയുടെ വശങ്ങൾ ഏതുണ്ടോ അത് മുഴുവൻ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. തിന്മയുടെ വശങ്ങൾ ഏതുണ്ടോ അത് മുഴുവൻ നിരോധിക്കാൻ വേണ്ടി നിയമിക്കപ്പെട്ടവരാണ്. ഈ കാണുന്ന നിങ്ങൾ അതിൻ്റെ അനുയായികൾ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഈ വശമാണ്, നന്മയുടെ വശം മാത്രം. നന്മയുടെ വശം കണ്ടെത്തുകയും അത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. തിന്മയുടെ വശം കണ്ടെത്തുകയും അത് നിർമാർജനം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അതാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് നമുക്ക് ഏറ്റവും താഴെ തട്ടിലായിരിക്കുന്ന വിദ്യാർത്ഥി വിങ്ങുണ്ട്, അതിനേക്കാൾ ഉയർന്നതായ യുവാക്കന്മാരുടെ നിരയുണ്ട്, അവരെ നിയന്ത്രിക്കാൻ പണ്ഡിത നിരയുണ്ട്. ഈ സമൂഹത്തിലെ കൊച്ചുമക്കളെ പ്രാപ്തരാക്കാൻ വേണ്ടി, പഠിപ്പിക്കാൻ വേണ്ടി മുഅല്ലിമീങ്ങളുടെ നിരയുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായതായിരിക്കുന്ന നിരകൾ നാം സജ്ജീകരിക്കുകയും അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നാം വളരുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും വിളയുള്ള സ്ഥലങ്ങളിലെല്ലാം കള വളരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരിക്കലും കളയില്ലാതെ വിള വളരുകയില്ല. വിളയുണ്ടാകുന്ന സ്ഥലങ്ങളിലെല്ലാം അതിനെ നശിപ്പിക്കാൻ വേണ്ടി വ്യത്യസ്ത തരത്തിലായിരിക്കുന്ന ശത്രുക്കൾ ഉണ്ടാകും. വമുസ്മിറു ശജരി യുർമാ ബിൽ ഹിജാറതി ലാ യുർമാ സിവാഹു ഫയർമി യാനി അസ്സമരി, കായ്ക്കുന്ന മരത്തിലേക്ക് കല്ലെറിയപ്പെടും. പക്ഷേ ആ മരത്തിന്റെ സ്വഭാവമുള്ളത് യുർമി യാനി അസ്സമരി, നല്ല പഴുത്ത പഴം കൊണ്ടാണ് തിരിച്ചറിയുന്നത്. നല്ല പഴമുള്ളതായിരിക്കുന്ന മാവിലേക്ക് കല്ലെറിഞ്ഞാൽ തിരിച്ചു കല്ലുകൊണ്ടല്ല അത് പ്രതികരിക്കുന്നത്, നല്ല പാകമായ പഴുത്ത മധുരമുള്ളതായിരിക്കുന്ന പഴം കൊണ്ടാണ് തിരിച്ചറിയുന്നത്. ഇതുപോലെ തന്നെയാണ് ഈ മഹത്താതായിരിക്കുന്ന പ്രസ്ഥാനത്തെ ആക്രമിക്കാൻ വേണ്ടി തുനിയുമ്പോൾ, ഇതിലെ അംഗങ്ങളെ വകവരുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പ്രതികരണശേഷിയില്ലാത്തത് കൊണ്ടല്ല, അവശരായതുകൊണ്ടല്ല, അക്രമത്തിന്റെ സ്വഭാവം അറിയാത്തത് കൊണ്ടല്ല, കരുത്തില്ലാത്തത് കൊണ്ടല്ല. പക്ഷേ നമ്മുടെ പാരമ്പര്യം, നമ്മുടെ സ്വഭാവം പ്രതികരിക്കുന്ന സമയത്ത് ആക്രമിക്കുന്ന സ്വഭാവത്തിലല്ല, മറിച്ച് ഇങ്ങോട്ട് എത്ര അക്രമം വന്നാലും തിരിച്ചു നൽകുന്നത് മഹത്തുക്കളുടെ പാരമ്പര്യം, പ്രവാചകന്മാരുടെ പാരമ്പര്യം, അതായിരിക്കും നാം എപ്പോഴും അവലംബിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ലോകത്ത് നന്മ വളരുക, അതുകൊണ്ടാണ് ശാന്തി ഉണ്ടാകുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം ഒരിക്കലും നാം വിസ്മരിക്കാറില്ല. ലാ യുമിനു അഹദുകും ഹത്താ യഅ്മന ജാറുഹു വവായിഖഹു, അയൽക്കാരൻ സമാധാനത്തോടുകൂടെ അഞ്ചുറങ്ങാതെ ആ വീട്ടുകാരൻ എനിക്ക് മുഅ്മിനായതായിരിക്കുന്ന ഒരാൾക്ക് വിശ്വാസിയാണെന്ന് അവകാശപ്പെടാൻ കഴിയില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അയൽക്കാരൻ എപ്പോഴും ശാന്തനായിരിക്കണം, തന്നെ കുറിച്ചുള്ളായിരിക്കുന്ന ഭീതി ഉണ്ടാകാൻ പാടില്ല,
താൻ ആക്രമിക്കുമോ എന്നുള്ള തോന്നലുണ്ടാകാൻ പാടില്ല. താൻ കടന്നുകയറ്റം ചെയ്യുമോ എന്നുള്ള പേടി ഉണ്ടാകാൻ പാടില്ല. മറിച്ച് അദ്ദേഹം മൂമിനാണ്, അദ്ദേഹം മുസ്ലിമാണ്, അദ്ദേഹം നമ്മെ ആക്രമിക്കുകയില്ല എന്ന തോന്നൽ പരിപൂർണമായി ഉണ്ടാവുമ്പോൾ മാത്രമേ ഇസ്ലാമിന്റെ അനുയായികൾ പൂർണ്ണമായി മൂമിനാണെന്ന് അവകാശപ്പെടാൻ കഴിയൂ. ഇത് പഠിപ്പിക്കുന്നത് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടതായിരിക്കുന്ന സഹപ്രവർത്തകരോട്, കൂട്ടുകാരോട് ഉണർത്താനുള്ളത്, ഉപദേശിക്കാനുള്ളത്, ആവശ്യപ്പെടാനുള്ളത്, ആരേത് വിധത്തിലായിരിക്കുന്ന അക്രമങ്ങൾ ഉണ്ടാകുമ്പോഴും നാം നമ്മുടെ നേതൃത്വത്തെ അംഗീകരിക്കുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം നാം പാലിക്കുകയും ചെയ്യണം. അങ്ങനെ വരുമ്പോൾ വിജയം നമുക്ക് സുനിശ്ചിതമായിരിക്കും. നമ്മിൽ അധിഷ്ഠിതമായ, അർപ്പിതമായ, നമ്മിൽ ഏൽപ്പിക്കപ്പെട്ട മഹത്തായതായിരിക്കുന്ന ഉത്തരവാദിത്വം നിറവേറ്റി എന്ന് നമുക്ക് സമാധാനിക്കാനും കഴിയും. ഈ ഒരു രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നയിക്കാൻ സർവശക്തനായതായിരിക്കുന്ന റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആശംസിക്കുകയും ഉണർത്തുകയും ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അല്ലാഹുവിന്റെ തിരുപേരിൽ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആളുകള് മഗ്രിബ് നിസ്കരിച്ച ആ സെഫ് പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. കുറച്ചൊന്ന് അടുത്തേക്ക് ഇരുന്നാൽ പുറകിൽ നിൽക്കുന്ന ആളുകൾക്ക് കയറാനും ഇരിക്കാനും സൗകര്യപ്പെടും. പരമാവധി ഒന്നുകൂടി അടുത്തടുത്തിരുന്ന്, റോട്ടിൽ കുറേ ആളുകൾ, ഇതിലേറെ ഇരട്ടി ജനങ്ങളാണ് റോട്ടിൽ നിൽക്കുന്നത്, ആ ആളുകൾക്കും കൂടി ഇങ്ങോട്ട് അടുത്ത് വരാൻ